ടെസ്റ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ 6ാമത്തെ വിക്കറ്റ് വേട്ടക്കാരനാണ് നിലവിൽ ഇഷാന്ത് ശർമ്മ. 105 ടെസ്റ്റുകളിൽ നിന്ന് 311 വിക്കറ്റുകൾ, 80 ഏകദിനത്തിൽ നിന്ന് 115 വിക്കറ്റും, 14 T20യിൽ നിന്നും 8 വിക്കറ്റും, 90 IPL മത്സരങ്ങളിൽ നിന്ന് 116 വിക്കറ്റുകളും ഇഷാന്തിന്റെ പേരിലുണ്ട്. വേഗവും കൃത്യതയും കൂടാതെ 2 വശത്തേക്കും സ്വിംഗ് ചെയ്യാനുള്ള മികവും മികച്ച ബൗൺസർ എറിയാനുള്ള കഴിവുമൊക്കെ മുമ്പ് 2008ലെ പരമ്പരയിൽ പെർത്തിൽ വെച്ച് ഓസീസ് നായകനായിരുന്ന റിക്കി പോണ്ടിങ്ങിനെതിരെയുള്ള ആ വിഖ്യാതമായ ഓവർ എറിഞ്ഞതു മുതൽ തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. ഇന്നും ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച സ്പെല്ലുകളിൽ ഒന്നായി റിക്കി പോണ്ടിങ്ങിനെതിരെയുള്ള ആ ഓവർ ഉണ്ട്. വിദേശ ഫാസ്റ്റ് ബോളർമാരുടെ പ്രകടനങ്ങൾ കണ്ട് നെടുവീർപ്പിട്ടിരുന്ന ഇന്ത്യക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കവുമായിട്ടായിരുന്നു 2007 അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഇഷാന്ത് ശർമ്മ കാലെടുത്തു വെച്ചത്. അപ്പോൾ ഇഷാന്ത് ശർമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. തന്റെ 2ാം ടെസ്റ്റിൽ തന്നെ പാകിസ്ഥാനെതിരെ 5 വിക്കറ്റ് നേട്ടം കൊയ്ത താരമാണ് ഇഷാന്ത് ശർമ്മ. റിക്കി പോണ്ടിങ്ങിനെതിരെ എറിഞ്ഞ ആ ഒരു സ്പെല്ല് കൂടാതെ ഓസീസുമായി ഇന്ത്യയിൽ വെച്ച് നടന്ന ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുമായി പരമ്പരയിലെ താരമാണ് ഇഷാന്ത് ശർമ്മ. 83ൽ കപിൽ ദേവിന് ശേഷം സ്വന്തം നാട്ടിൽ ടെസ്റ്റിൽ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ പേസറായിരുന്നു ഒരു ഘട്ടത്തിൽ ഇഷാന്ത് ശർമ്മ. മിനിയും മാങ്ങിയും കടന്നുപോയ ഇഷാന്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടം രാഷ്ട്രം അദ്ദേഹത്തിന് നൽകിയ അർജുന അവാർഡ് കൂടിയാണ്. അപ്പോൾ ഇഷാന്ത് ശർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം വിരമിച്ചിട്ടുള്ള IPL അദ്ദേഹം കളിക്കുന്നുണ്ട്. എങ്കിലും ഇഷാന്ത് ശർമ്മ 2007ലും 2008ലും ഒക്കെയുള്ള ആ ഒരു ഇഷാന്ത് ശർമ്മ, അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആ ഒരു കരിയർ, അദ്ദേഹം നേടിയ അത്രയും വിക്കറ്റുകൾ, അതൊക്കെയും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ട്.